Good afternoon. Good afternoon, ma'am. Last class format of medical record അല്ലേ എടുക്കാൻ പോയത് നമ്മളത് സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ടൈപ്സ് മാത്രം പറഞ്ഞോ? ഇനി ബേസിക് പാർട്സ് അല്ലേ പറയാനുള്ളത്? ഏതാണ് Basic parts of POMR. മാം ഇനി ബേസിക് പാർട്സ് ഓഫ് POMR ആണ് പറയാനുള്ളത്. അവിടെ നമുക്ക് എടുക്കുന്നുണ്ട് അല്ലെ? ഞാൻ നോട്ട് പറയാം. നമുക്ക് ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പഠിച്ചതല്ലേ? ഇത് മൂന്നുമാണ് ടൈപ്സ് ഓഫ് ഫോർമാറ്റ് എന്ന് പറഞ്ഞു. പിന്നെ SOMR അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, 2 പോയിന്റുകൾ. പിന്നെ വന്നിരിക്കുന്ന ഡെഫിനിഷൻ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെയാണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് വായിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് കൂടെ ഒന്ന് പറയാം. അഡ്വാൻറ്റേജ് ഓഫ് SOMR പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. POMR എന്താന്ന് പറഞ്ഞ ഫുൾ ഫോം നമ്മൾ പഠിച്ചു. എന്താണ് POMRന്റെ ഫുൾ ഫോം? പേഴ്സണൽ ഓറിയന്റഡ് Problem oriented medical record. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. റെക്കോർഡ് ഓക്കെ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിന്റെ പാർട്സുകളാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. നോക്കാം. നമുക്ക് ബേസിക് പാർട്സ് ഓഫ് POMR എന്ന് പറയുന്നത് നാലായിട്ടാണ് മെയിൻ ആയിട്ട് പാർട്സുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഡാറ്റാബേസ് ആണ്. സെക്കൻഡ് പ്രോബ്ലം ലിസ്റ്റ് ആണ്. തേർഡ് വരുന്നത് ഇനിഷ്യൽ പ്ലാൻ ആണ്. ദെൻ പ്രോഗ്രസ് നോട്ട്. ഫസ്റ്റ് ഡാറ്റാബേസ്, നമ്മൾ ആ പേഷ്യന്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ കംപ്ലൈൻസ് എന്തൊക്കെയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, മുമ്പ് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്ന ആളാണോ, അതേപോലത്തെ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി, ആ ഡാറ്റാസ് ആണ് ഈ ഡാറ്റാബേസിൽ നമ്മൾ സാധാരണയായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഓൺ എവറി പേഷ്യന്റ്. എല്ലാ പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഡാറ്റാസ്, മിനിമമായിട്ട് കിട്ടുന്ന കുറച്ചൊക്കെ കിട്ടുള്ളൂ നമുക്ക്. ആ ഡാറ്റാസിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് ചീഫ് കംപ്ലൈന്റ്, അവരുടെ പ്രധാന കംപ്ലൈന്റ് എന്താണ് പ്രധാനമായിട്ടുള്ള അസുഖം, പ്രസന്റ് ഇൽനെസ്, ഇപ്പോഴത്തെ അസുഖം എന്താണ്, പേഷ്യന്റ് പ്രൊഫൈല്, പേഷ്യന്റ് പ്രൊഫൈൽ, ഇപ്പൊ പേര്, നെയിം, അഡ്രസ്, ഫുൾ ഡീറ്റെയിൽസ്, അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റാസ്, പാസ്റ്റ് ഹിസ്റ്ററി, റിവ്യൂ ഓഫ് സിസ്റ്റം. നമ്മള് പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഷ്യന്റ് മുമ്പ് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, റിവ്യൂ ഓഫ് സിസ്റ്റം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കും. എന്നിട്ട് അതിന് പേഷ്യന്റ് പറയുന്ന മറുപടി അനുസരിച്ച് നമ്മൾ ഫിസിഷ്യന്റെ എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ്, നമ്മൾ ഫിസിക്കലി ആ പേഷ്യന്റ് എക്സാമിൻ ചെയ്യും. പിന്നെ ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ, നമ്മൾ ലാബിൽ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്താണ് ആ അസുഖം എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ആണ്, ഡാറ്റാബേസിൽ ഇൻക്ലൂഡ് ആണ്. ഇനി ഇതാണ് പ്രോബ്ലം ലിസ്റ്റ്. ഇറ്റ് കണ്ടെയ്ൻ ഓൺ ദ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫോണ്ട് ഓഫ് ദ റെക്കോർഡ്. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഏത് ഫോണിലാണത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്, എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് മാനേജ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് മാനേജ് ചെയ്യേണ്ടത്, എന്ത് പ്രശ്നമാണ് നമ്മളിവിടെ പരിഹരിക്കേണ്ടത്, അതെങ്ങനെ കണ്ടുപിടിക്കും, അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ, ഡെമോഗ്രാഫിക് പ്രോബ്ലംസ്, പാസ്റ്റ്, പ്രസന്റ്. ഇപ്പൊ മുമ്പത്തെ ആവട്ടെ ഇപ്പോഴത്തെ ആവട്ടെ, ഇതൊക്കെ മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ, ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് ആവാം. അതെന്താണ്, ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നുള്ളതൊക്കെ ഈ പ്രോബ്ലം ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ലിസ്റ്റ് മസ്റ്റ് അഫ്രൈം ദ പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ഫിസിഷ്യൻ അപ്രിഹെൻഷൻ ഓഫ് പർട്ടിക്കുലർ പ്രോബ്ലം. ഇത് ലിസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിഷ്യൻ അത് ഒബ്സർവ് ചെയ്യുന്ന, ഫിസിഷ്യന്റെ വ്യൂ പോയിന്റിൽ നിന്ന് അദ്ദേഹത്തിന് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ, അതായിരിക്കും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. പേഷ്യന്റ് പറയുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ഒബ്സർവ് ചെയ്ത് അതെല്ലാം എഴുതിയെടുക്കുകയല്ല ചെയ്യാതെ, അത് ഫിസിഷ്യനും കൂടി ഉറപ്പ് വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് നമ്മുടെ പ്രോബ്ലം ആയിട്ട് കണക്കാക്കുള്ളൂ, ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. The problem list may contain a statement of abnormal finding, physiological detection or specific diagnosis. ഇനി നമ്മൾ പ്രോബ്ലത്തിൽ വേറെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അബ്നോർമൽ ആയിട്ട് സാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മിനിറ്റ് പേജ് മിനിറ്റ്
നമ്മൾ അസാധാരണമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്, ഫിസിയോളജിക്കൽ ഡിറ്റക്ഷൻ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ സ്പെസിഫിക് ഡയഗ്നോസിസ് എന്താണ് അസുഖം എന്ന് കണ്ടെത്തി, ഇതെല്ലാം നമ്മൾ ഈ പ്രോബ്ലം ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. Addition and changes are made in the list since new problems are identified and active problem resolved. നമ്മൾ സോൾവ് ചെയ്തു, ആക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്താണ്, പുതിയ പ്രോബ്ലം എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ, ന്യൂ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും, അതിനെന്താണ് പരിഹാരം വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. പ്രോബ്ലംസ് ആർ മാർക്കഡ് ഡ്രോപ്ഡ് ഓർ റിസോൾവ്. നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മളത് മാർക്ക് ചെയ്ത് വെക്കുക മാത്രമല്ല, പരിഹരിക്കാനുള്ള സ്റ്റെപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യും, എടുക്കാറുണ്ട്, ഉള്ള ഭാഗത്ത് എടുക്കും. പ്രോബ്ലം ലിസ്റ്റ് ആണ് പറഞ്ഞത്. പ്രോബ്ലം ലിസ്റ്റിൽ നമ്മൾ പ്രോബ്ലം ലിസ്റ്റിൽ എന്തൊക്കെയാണ് പേഷ്യന്റ് പ്രോബ്ലംസ്, അതെങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ ഡയഗ്നോസിസ് ചെയ്യണം, എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് ഫിസിഷ്യന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എന്താണ് ഫിസിഷ്യൻ തോന്നുന്നത്, ആ ഫൈൻഡിങ്സ് ആണ് സാധാരണയായിട്ട് പ്രോബ്ലം ലിസ്റ്റിൽ എഴുതാറ്. അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ സ്പെസിഫിക് ഡയഗ്നോസിസ്, എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ഈ പ്രോബ്ലം ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് ആ പ്രോബ്ലത്തിനുള്ള പരിഹാരം കണ്ടെത്തും. ഇനി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെങ്കിൽ അതിനുള്ള പരിഹാരം ആര്, പേഷ്യന്റ് ഫിസിഷ്യൻ പരിഹരിക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് എടുക്കും. ഇനിഷ്യൽ പ്ലാൻ ആണ്, നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, ഇനിഷ്യൽ പ്ലാൻ വരുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ വാട്ട് വിൽ ബി ഡൺ ടു ലേൺ മോർ അബൌട്ട് ദ പേഷ്യന്റ് കണ്ടീഷൻ. നമ്മുടെ പേഷ്യന്റ് കണ്ടീഷനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ട്രീറ്റ് ദ കണ്ടീഷൻ, എങ്ങനെ അത് ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അത് പരിഹരിക്കണം. ആൻഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ. നമ്മള് പേഷ്യന്റിനോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ, പേഷ്യന്റ് ഇന്നതാണ് അസുഖം, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം, ഇത്രയും നാളെ മെഡിസിൻ കഴിക്കണം എന്നൊക്കെ പറയണ്ടേ. അപ്പൊ അതൊക്കെയാണ് ഈ ഇനിഷ്യൽ പ്ലാനിൽ പറയണത്. കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾ ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനിഷ്യൽ പ്ലാൻ. നമ്മളിപ്പോ ഡൗട്ട് ഉള്ളത് ഇന്ന കണ്ടീഷൻ ആണെന്ന് നമുക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡൗട്ട് ഉണ്ട് ഇന്നതായിരിക്കോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും, നമ്മൾ ഇനിഷ്യൽ പ്ലാനിൽ എഴുതി വെക്കാറുണ്ട്. സ്പെസിഫിക് പ്ലാൻ ഫോർ ഈച്ച് പ്രോബ്ലം ആർ കാറ്റഗറൈസ്ഡ് ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ്. നമ്മള് ഓരോ പ്രോബ്ലത്തിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻസ് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ മാനേജ് ചെയ്യാൻ, ആ അസുഖം കുറയ്ക്കാനായിട്ട് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാർഗങ്ങൾ എടുക്കും. ഇത് തെറാപ്പിയാണ്, നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്ത് മെഡിസിൻസ് എങ്ങനെ കൊടുക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, എന്തൊക്കെ ഡ്രഗ്സ് ആണ് കൊടുത്തത്, ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിസിൻസ് ആണ്. പ്രൊസീജിയേഴ്സ്, നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യിപ്പിച്ചത്, അതേപോലെ ഗോള്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതാണ് ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. പേഷ്യന്റിന്റെ അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. പേഷ്യന്റ് എന്നതാണ് അസുഖം, ഇന്ന കാര്യങ്ങളൊന്നും നമുക്ക് കുറെ കാര്യങ്ങൾ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പേഷ്യന്റിന് വ്യക്തമായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, പേഷ്യന്റിനോട് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നാലാമത്തെ എന്താണ് പാർട്ടാണ് പ്രോഗ്രസ് നോട്ട്. നമ്മളെ പേഷ്യന്റിന്റെ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്തത്, ഫസ്റ്റ് നമ്മള് ഡാറ്റാബേസ്, നമ്മളെ പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തി, പ്രോബ്ലംസ് കണ്ടെത്തി, അത് കഴിഞ്ഞ് ഇനിഷ്യൽ പ്ലാൻ തയ്യാറാക്കി. ഇനി പ്രോഗ്രസ് നോട്ടാണ്, ട്രീറ്റ്മെന്റ് കൊടുത്തു തുടങ്ങി. നമ്മൾ ട്രീറ്റ്മെന്റ് ഓരോന്ന് ഫോളോ ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ പ്രോഗ്രസ്, ഫോളോ അപ്പ് നമ്മൾ എഴുതി വെക്കണം. ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലം, ഓരോ പ്രശ്നത്തിനും എന്താണ് ഫോളോ അപ്പ്, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ അസുഖം ഇതിന്റെ ലെവൽ ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. ഈച്ച് നോട്ട് ഈസ് preceded by number and title of apt problem and contained by any software. എന്താണ് ഈ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടക്ട് ചെയ്യും, അതിന് ഇന്ന പ്രോബ്ലംസിന് ഇന്ന ഒരു പ്രോഗ്രസ് ആണ് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് SOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് SOP എഴുതിക്കോ. SOP എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ. എഴുതി എല്ലാവരും SOAP
അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. SOAP എന്ന് വെച്ചാൽ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ. അപ്പൊ എന്താണ് നമ്മൾ നോക്കാം. SOAP എന്താ നോക്കാം. The process of the preceding a note by any all of the following elements. നമ്മൾ പറഞ്ഞ പ്രോഗ്രസ് നോട്ടിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സബ്ജക്റ്റീവ് സിംറ്റം, നമ്മൾ ആ സിംറ്റംസ് അനുസരിച്ച് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട് ആ കാര്യങ്ങൾ എഴുതാനായിട്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മെഷറബിൾ ആയിരിക്കണം, ഒബ്സർവബിൾ, അല്ലെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കണം. അസുഖം കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൗണ്ട് ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ട് നോർമൽ ആയതൊക്കെ നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അല്ലെങ്കിൽ അസസ്മെന്റ്, ഇന്റർപ്രിറ്റേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദി പ്രസന്റ് കണ്ടീഷൻ. മുമ്പത്തെ കണ്ടീഷനിൽ ഇപ്പൊ ഒരുപാട് വിപരീതമായിട്ടുണ്ട് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം. ദെൻ പ്ലാൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ സോപ്പ് എന്ന് പറയുന്നത്. The writing of the progress note in POMR format. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും എക്സാമിനും മെയിൻ എക്സാമിനും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നമ്മൾ POMR ഫോർമാറ്റില് ഈ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? സോപ്പിംഗ് ആണ്. SOAPING. Writing the progress note in POMR format is often refers to as soaping. Okay. നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് ബേസിക് പാർട്ട് ഓഫ് POMR എന്ന് പറഞ്ഞു. ഡാറ്റാബേസ് പറഞ്ഞു. ഡാറ്റാബേസിൽ എന്താണ്? പേഷ്യന്റ് കംപ്ലൈൻസ്, അതേപോലെ പ്രസന്റ് ഇൽനെസ്, പേഷ്യന്റ് പ്രൊഫൈൽസ്, പാസ്റ്റ് ഹിസ്റ്ററി, റിവ്യൂ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇതിന്റെയൊക്കെ ബേസിൽ ഒരു ഡാറ്റ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. പ്രോബ്ലം ലിസ്റ്റ് പറഞ്ഞത് പേഷ്യന്റിന്റെ ഇപ്പൊ പ്രസന്റ് കണ്ടീഷൻ എന്താണ്, നമുക്ക് എന്ത് കാര്യങ്ങളാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ പ്രസന്റ് പ്രോബ്ലം എന്താണ്, പാസ്റ്റ് ആയിട്ട് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്ന ആളാണോ, അതേപോലെ തന്നെ ഫിസിഷ്യൻ ഒബ്സർവ് ചെയ്തപ്പോ എന്താണ് അതിന്റെ മനസ്സിലായത് എന്നുള്ളതൊക്കെയാണ് ഇതിലെ പ്രോബ്ലം ലിസ്റ്റിൽ വരുന്നത്. ഈ ഓരോ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ഈ പ്രോബ്ലം എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഇനിഷ്യൽ പ്ലാൻ ആണ്. നമ്മൾ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇനിഷ്യൽ പ്ലാൻസ്. അത് തെറാപ്പി ആവട്ടെ, എന്താ പറയാ, എങ്ങനെ മെഡിസിൻസ് കൊടുത്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, അതുവഴി നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇനിഷ്യൽ പ്ലാൻസിൽ വരുന്നത്. ദെൻ പ്രോഗ്രസ് നോട്ട് ആണ്. പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ഒരു പ്രശ്നം ഇപ്പൊ എങ്ങനെയാണ്, അതിന്റെ അസുഖം മാറിയോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറിയോ എന്ന് അറിയാൻ പറ്റൂ. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രോഗ്രസ്. SOAP എന്ന് പറയുന്നത്. അത് സബ്ജക്റ്റീവ്. SOAPക്ക് ഫുൾ ഫോം ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും താഴത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ ആണ്. നമ്മൾ POMR ഫോർമാറ്റില് നമ്മൾ ഇങ്ങനെ എന്ത് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സോപ്പിംഗ് എന്ന് പറയും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. എന്താണ് മനസ്സിലായില്ല? സ്പീഡ് കൂടുതലാണോ? എടാ അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടടാ. എടാ ഇവിടെ മാർക്ക് ചെയ്ത് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ടൈപ്പ് ചെയ്യാം, സമയം ഒരുപാട് അതുകൊണ്ടാ. കാണാൻ പറ്റുന്ന സൂസൻ അല്ലേ? ബ്ലൂ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് എഴുതിയാൽ മതി. ഒന്ന് എടുത്തൊന്ന് മുകളിലോട്ടൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സോപ്പിംഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ POMR ഫോർമാറ്റിൽ നമ്മൾ പ്രോഗ്രസ് നോട്ട് എഴുതുന്നതിന് പറയുന്ന പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോപ്പിംഗ് എന്ന് പറയാം. രണ്ട് രീതിയിൽ ചോദിക്കും. എന്താണ് സോപ്പിംഗ് ചോദിക്കും, അല്ലെങ്കിൽ POMR ഫോർമാറ്റിൽ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ആ ഒരു പ്രോസസ്സിന് എന്താണ് പറയുന്നത് ചോദിക്കാറുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നെ പോകുന്നുണ്ടോ, മാർക്ക് ചെയ്യാം. വായിച്ചു നോക്കട്ടോ.
വയസ്സ് കഴിഞ്ഞ് പറയണോട് ഇന്നത്തെ വലിയ ടോപ്പിക്കാണ്. വയസ്സ് കൊടുത്ത എല്ലാവർക്കും എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ. SOAP എന്ന് പറയുന്നത് ഇല്ലേ, നമ്മള് ഇപ്പൊ പ്രോഗ്രസ് നമ്മൾ നോക്കൂലേ, എന്താണ് ആ പേഷ്യന്റിന് ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എന്തുണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ സിംറ്റംസ് ആണ് നമുക്കത് വന്നത് സബ്ജക്ട് ചെയ്യും. അതേപോലെ അത് നമുക്ക് മെഷർ ചെയ്യും, ചിലപ്പോൾ മെഷർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്തോ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒബ്ജക്റ്റീവ് ഫോർമാറ്റിലും അതേപോലെ നമ്മൾ അത് അസസ് ചെയ്യും, ചിലപ്പോൾ പ്രശ്നത്തിന്റെ കണ്ടീഷൻ കണ്ട് മനസ്സിലാക്കും. അതേപോലെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഏത് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഫസ്റ്റ് വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഏത് വന്നത്, സോപ്പ് എന്ന് പറയുന്ന SOAP എന്ന് പറയുന്ന പേര് പറഞ്ഞിരിക്കുന്നത്. Each note is prescribed by numbers and title of apt problems and contain any of SOAP. SOAP എന്തെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിന്റെ ടൈറ്റിൽ നമ്മൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തൊക്കെ സിംറ്റംസ് ആണ് ഈ പേഷ്യന്റ് കാണിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ മെഷർ ചെയ്തു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതേപോലെ അസസ് ചെയ്തപ്പോ പ്രസന്റ് കണ്ടീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇനി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്ലാൻ ആണ് തയ്യാറാക്കിയത് എന്നാണ് ഈ പറയുന്ന SOAP എന്ന് പറയുന്നത്. ഫുൾ ഫോം ആണ് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് പ്ലാൻ. ഓക്കെ, ഇനി ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മള് all the forms are combined in strict chronological order. chronological order എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ്, ക്രമപരമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രമപരമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്രമപരമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അക്കോർഡിംഗ് വിത്ത് ഡേറ്റ് അനുസരിച്ച് വേണം ഓരോ ഡീറ്റെയിൽസും നമ്മൾ അതിൽ അറേഞ്ച് ചെയ്യുന്നത്. ഓൺ നേഴ്സിംഗ് സ്റ്റേഷൻ ദ മോസ്റ്റ് കറന്റ് എൻട്രി വിൽ ബി at the beginning of the record. നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നേഴ്സിംഗ് സ്റ്റേഷനിലായിരിക്കും. അവിടെ മുതലാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. On the discharge, it will be reorganized so that complete medical record read from admission to discharge. എന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് ആവുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഇൻക്ലൂഡ് ചെയ്യും. അത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഫസ്റ്റ് എന്താ ചെയ്യാം, ആദ്യം അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും അടിയിൽ, പിന്നെ അതിങ്ങനെ ഓരോന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നിന് മേലെ കറക്റ്റ് ആയിട്ട് ആ ഡേറ്റിനനുസരിച്ച് എന്ന് വെച്ചാൽ കറന്റ് പ്രസന്റ് ഡേറ്റിനനുസരിച്ച് നമ്മൾ അതങ്ങനെ ഓർഡറിൽ സൂക്ഷിക്കും. ഇത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകൂലേ, പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നമ്മൾ വീണ്ടും റീഓർഗനൈസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ ടു ഡിസ്ചാർജ് ആ പേഷ്യന്റിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്നും കൂടി നോക്കുക. On the nursing station, the most current entry will be at the beginning of the record. Current entries ആയിരിക്കും ബിഗിനിങ്ങിൽ കൊടുക്കണേ. On the discharge, it will be reorganized. ഡിസ്ചാർജ് കഴിയുമ്പോൾ ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വന്നു പോയി കഴിയുമ്പോൾ റീഓർഗനൈസ് ചെയ്യും, നമ്മൾ വീണ്ടും അത് അറേഞ്ച് ചെയ്യും. So that complete medical record read from admission to discharge. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിഷൻ ടു ഡിസ്ചാർജ് ഉള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റീഡ് ചെയ്യാനായിട്ട് റെഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ ആദ്യം വരുന്നത് ഇങ്ങനെ ഓർഡറിൽ വെക്കും. ആദ്യം അഡ്മിഷൻ വെക്കും, അഡ്മിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെക്കും. അത് കഴിഞ്ഞ പിന്നെ വന്നിട്ടുള്ള റിസൾട്ടുകൾ, അതേപോലെ തന്നെ ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ടുകൾ, ഫിസിഷ്യൻ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർഡറിൽ ഡേ ടു ഡേ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ആ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ട് പോകുമ്പോൾ ഇത് ഒറ്റയടിക്ക് എന്ത് ചെയ്യും,
തിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് റീഓർഗനൈസ് ചെയ്യും. ഫസ്റ്റ് അഡ്മിഷൻ ടു ഡിസ്ചാർജ് എന്നുള്ളൊരു ഓർഡറിലാക്കിയിട്ട് നമ്മളത് റീഓർഗനൈസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അത് റെഫർ ചെയ്യാനായിട്ട് അതാണ് കുറച്ചും കൂടി എളുപ്പം പറയുന്നത്. സോ എ പേഷ്യന്റ് റെക്കോർഡ് may have history, physical examination, follow up a progress note, then a nurse note, X-ray report, additional progress note, consultation report, and so on. ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ റീഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റാസ്. നമ്മുടെ പേഷ്യന്റിനെ കുറിച്ച് ഹിസ്റ്ററി ആയിരിക്കും ഫസ്റ്റ്, ഫിസിക്കൽ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ്, പ്രോഗ്രസ് നോട്ട്, അത് കഴിഞ്ഞ് നേഴ്സിംഗ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട് അല്ലെങ്കിൽ മറ്റെന്ത് റിപ്പോർട്ട് ആയിക്കോട്ടെ ആ റിപ്പോർട്ടുകൾ, അഡീഷണൽ പ്രോഗ്രസ് നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ടുകൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മള് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഈ പോർഷനുകളും നോക്കി നമുക്ക് ഏറ്റവും ആദ്യം നമുക്കൊരു, ഞാൻ പറഞ്ഞില്ലേ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ല എല്ലാവരും, ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. നമുക്ക് ഇതൊക്കെ വായിച്ചു നോക്കാം. ഇത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ കുറച്ച് ഡീറ്റെയിൽ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ ഹെഡിങ് കൊടുക്കാൻ വിട്ടുപോയതാണ് അവര്. The forms are organized in accordance with the date. Date അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഫോംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. Usually the record is arranged in reverse chronological order at nursing home. Nursing station നമ്മൾ irreversible chronological order ആയിട്ടായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. So that most information is at the front and the oldest information is at the back of each session. ഏറ്റവും പഴയ ഇൻഫർമേഷൻ താഴെ, പുതിയ ഇൻഫർമേഷൻസ് ടോപ്പിലായിരിക്കും എന്ത് ചെയ്യാറ്, നമ്മൾ അറേഞ്ച് ചെയ്യാറ്. ഫസ്റ്റ് റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്. നമ്മുടെ പേഷ്യന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മളുടെ ഈ റെക്കോർഡ് എന്ത് ചെയ്യും, റീഓർഗനൈസ് ചെയ്യും. അത് തന്നെയല്ലേ നമ്മൾ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ പറഞ്ഞത് അല്ലെ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ കുറച്ച് സിമ്പിൾ ആയിട്ട് ഫ്രണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹെഡിങ് എഴുതാൻ വിട്ടുപോയതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ആ പോയിന്റ്സുകൾ ക്ലിയർ ആയില്ലേ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവര് സിമ്പിൾ ആക്കി അവിടെ പറഞ്ഞിട്ടുള്ളൂ. പറ്റുവാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന് എഴുതിയിടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ബോക്സ് വരച്ചിട്ടത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ആണ് ഇതൊന്ന് എഴുതിയിരുന്നോ കേട്ടോ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇനി എന്തൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. All information on a particular episode of care is together. Thus give an exact picture of the patient illness and response to treatment. എല്ലാ ഇൻഫർമേഷൻസും ആ പേഷ്യന്റ് ഈ പ്രാവശ്യം ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുമ്പോൾ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നപ്പോഴത്തെ എല്ലാ ഇൻഫർമേഷനും ഒരുമിച്ചാണ് അവർ സൂക്ഷിക്കുന്നത്. നമുക്ക് പേഷ്യന്റിന്റെ ഇൽനെസിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ എക്സാക്ട് പിക്ചർ, കറക്റ്റ് ഇമേജ് നമുക്ക് കിട്ടും. എ പേഷ്യന്റ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡ് റാപ്പിഡ്. പേഷ്യന്റ് പ്രോഗ്രസ് എങ്ങനെയാണ്, നമ്മള് ട്രീറ്റ്മെന്റിന് എങ്ങനെ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന് കിട്ടും. നമ്മളിപ്പോ പറഞ്ഞു എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അഡ്വാൻറ്റേജ് പറഞ്ഞു, ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം. Similar information is difficult to compare because all reports of one type are not together in record. ഇവിടെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, ഒരേപോലത്തെ ഇൻഫർമേഷൻസ് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലിന്റെ കാര്യമാണ് പറയുന്നത്. 3-5 പ്രാവശ്യം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടാവും. അത് ഒരുമിച്ചാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്, അത് ക്രോണോളജിക്കൽ ഓർഡറിലായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡേ ടു ഡേ കാര്യങ്ങൾ ഡേറ്റ് അനുസരിച്ചാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡിഫിക്കൽറ്റി ആണ് ആ റെക്കോർഡിൽ നിന്ന് ഇന്ന ദിവസത്തെ ഫാസ്റ്റിംഗ് ഇന്ന ദിവസത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ തമ്മിൽ കമ്പയർ ചെയ്യാൻ. ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ റെക്കോർഡിൽ നോക്കാനായിട്ട് ടൈമിൽ നോക്കാനായിട്ട് പറ്റുള്ളൂ എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഡിസ്അഡ്വാൻറ്റേജ്.
ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡും ടോപ്പിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് പോയിന്റ്സ് പറയില്ലേ, അതും ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? ഡിസഡ്വാൻറ്റേജ് അല്ലേടാ. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഡിസഡ്വാൻറ്റേജ് എന്താണ്? സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരുമിച്ചല്ല നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. അത് മൂന്നും ഒരുമിച്ചാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യം നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്റഗ്രേറ്റഡ് ആവുമ്പോൾ ഡേ അനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുന്നത്. അത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഫയൽ മൊത്തം തപ്പി ഇന്ന ഡേറ്റിൽ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ട്, വേറെ ഫാസ്റ്റിംഗ് എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ ആ റെക്കോർഡ് മൊത്തം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റെഫർ ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ഒക്കെയാണ്. അതുകൊണ്ടാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതോടെ നമ്മുടെ വലിയൊരു ചാപ്റ്റർ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്റർ കഴിഞ്ഞു. ആദ്യത്തേക്ക് വളരെ എളുപ്പമാണ്. അവസാനം ഈ ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. കാരണം അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ക്ലാസ് എടുത്തപ്പോൾ തന്നെ അത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ബാക്കിയൊക്കെ കുഴപ്പമില്ല, അത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ടൈപ്പാണ്. പോർഷൻ സിമ്പിൾ ആണ്. ചാപ്റ്ററിന്റെ വലുപ്പം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ ലെങ്തി ആണെന്നുള്ളൂ, കുറച്ച് പേജ് നമ്പർ കുറച്ച് കൂടുതലാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? അടുത്തൊരു പോർഷനിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ എടുക്കാലോ? ഓക്കെ, നമ്മൾ ഈ അടുത്ത് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് നമ്മളുടെ പാർട്ട് മൊഡ്യൂൾ 3 ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽ. നമ്മള് ഹോസ്പിറ്റലില് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഹോസ്പിറ്റൽ വഴി എന്ത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മള് ഹോസ്പിറ്റലിന്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം സേഫ്റ്റി സെക്യൂരിറ്റീസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. സുരക്ഷയും സുരക്ഷിതത്വവും, ഹോസ്പിറ്റലിന്റെ അകത്തുള്ള സേഫ്റ്റിയും സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ പറയുന്നത്, സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താണ്, പരിക്ക്. റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകട സാധ്യതയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. കാരണം എന്താണ്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അപകട സാധ്യത ഉള്ള ഒരു ഏരിയയുണ്ട്. ഹാം എന്ന് വെച്ചാൽ ദോഷകരമായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ ഹാസ് two fold responsibility.
കൺസേണിങ് ദ സേഫ്റ്റിയെ കുറിച്ച് രണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആർക്ക്? നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ആദ്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. നമ്മള് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലം നമ്മുടെ ഹോസ്പിറ്റൽ, അതിന്റെ സറൗണ്ടിങ്സും നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ, നമ്മൾ സേഫ് ആയിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യൻസ് ആവട്ടെ, അതേപോലെ അവിടുത്തെ സ്റ്റാഫുകളാവട്ടെ, അവിടെ എല്ലാവർക്കും ഒരു സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുൻകൈ എടുക്കണം. ആര്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. To establish and communicate all the concern and enforce safety rules. നമ്മൾ ഇനി പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലെ സേഫ്റ്റി റൂൾസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നടപ്പിലാക്കുകയും വേണം. ഇനി സേഫ്റ്റി അവയർനെസ് ആ പറയുന്നത്. സേഫ്റ്റി അവയർനെസ് സുരക്ഷാ അവബോധം, സുരക്ഷയെ കുറിച്ചിട്ടുള്ള അവയർനെസ്. നോളജ് ഓഫ് ദ വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസറി. നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകട സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം? കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ വേണം. എന്താ പറഞ്ഞിട്ട്? നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ആർക്ക് വേണം? അവിടുത്തെ ഓരോ എംപ്ലോയീസിനും വേണം. ലാബ്, നേഴ്സിംഗ് ഫ്ലോർ, ലോണ്ടറി ആൻഡ് കിച്ചൺ ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ബോർഡ് ഓഫ് സേഫ്റ്റി റൂൾസ്. നമ്മൾ ഈ പറയുന്ന ലാബുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നേഴ്സിംഗ് ഫ്ലോറിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ലോണ്ടറി, കിച്ചണിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതേപോലെ സേഫ്റ്റി റൂളുകൾ ഇങ്ങനെ ബോർഡിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാറുണ്ട്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. എംപ്ലോയീസ് ഷുഡ് ബി ഡെവലപ്പ് എ സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യേണ്ട രണ്ട് ക്വാളിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. സേഫ് ആറ്റിറ്റ്യൂഡ്, സുരക്ഷിതമായ മനോഭാവവും, ആൻഡ് സേഫ് ബിഹേവിയർ, സുരക്ഷിതമായ പെരുമാറ്റവും നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് വേണം. ദ കോസിറ്റീവ് ഫാക്ടർ ഫോർ മോസ്റ്റ് ആക്സിഡന്റ് ആർ മോർ ഹ്യൂമൻ ദാൻ എൻവയോൺമെന്റ്. നമ്മൾ വിചാരിക്കും നമ്മൾ കൂടുതലായിട്ട് ബാധിക്കുന്ന എന്താണ്, നമുക്ക് അസുഖങ്ങളൊക്കെ വരക്കാൻ കാരണമാകുന്നത് എന്താണ്? എൻവയോൺമെന്റ് ആണ് വിചാരിക്കും. അല്ല, മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്ന ഘടകം പരിസ്ഥിതിയെക്കാളും ആരാണ്? നമ്മുടെ മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ വരെ ഒരുപാട് അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിന്റെ എന്താ സേഫ്റ്റി എന്താന്ന് പറഞ്ഞു? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക്, ഹാം. ഈ മൂന്ന് കാര്യത്തിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സേഫ് ആണ് എന്ന് പറയാം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്. നമുക്ക് നല്ലൊരു വർക്കിംഗ് പ്ലേസ്, അതേപോലെ നല്ലൊരു വർക്കിംഗ് പ്ലേസ്, നല്ലൊരു ചുറ്റുപാട്, സേഫ് ആയിട്ടുള്ള ചുറ്റുപാട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് സേഫ്റ്റി റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ച സേഫ്റ്റി റൂൾസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി സേഫ്റ്റി അവയർനെസ് എന്താണ്? നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, നമ്മൾ ആ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഇതെല്ലാമാണ് നമ്മളത് മുൻകൂട്ടി കണ്ടെത്തണം, അല്ലെങ്കിൽ മുൻകൂട്ടി തിരിച്ചറിയണം. അതേപോലെ ലാബ്, നേഴ്സിംഗ് ഫ്ലോർ, ലോണ്ടറി, കിച്ചൺ ഇതെല്ലാം കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും അതേപോലെ സേഫ്റ്റി റൂൾസും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യേണ്ട രണ്ട് ക്വാളിറ്റീസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. സുരക്ഷിതമായ മനോഭാവവും അതേപോലെ സുരക്ഷിതമായ പെരുമാറ്റവും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അവിടെ വെച്ച് പഠിക്കണം. ദ കോസിറ്റീവ് ഫാക്ടർ, ഇത് കാരണമാവുന്നത് മിക്ക ആക്സിഡൻസിനും അതേപോലെ മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത് വിചാരിക്കും പരിസ്ഥിതി, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്, ക്ലൈമറ്റിക്കൽ ചേഞ്ച് ആണെന്നൊക്കെ. അതിനേക്കാൾ കൂടുതൽ നമുക്ക് കാരണമാകുന്ന ആരെന്നെയാണ്? മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം? ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി അവയർനെസിനെ കുറിച്ച് പറയാനുള്ളത്. ജസ്റ്റ് എല്ലാവർക്കും വായിച്ച് രണ്ട് പോയിന്റും
ഓക്കെ, ബാക്കി എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് ആണ് പറയുന്നത്. ജനറൽ സേഫ്റ്റി റൂൾസ്, അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് എന്തെല്ലാം സേഫ്റ്റി ഹോസ്പിറ്റലിൽ സേഫ്റ്റി റൂൾസിനെ കുറിച്ച് പറയണേ. ആദ്യം പറയുന്നത് ജനറൽ സേഫ്റ്റി റൂൾസ് ഓഫ് പേഴ്സണൽസ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് എന്തെല്ലാം സേഫ്റ്റി റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്, റൈറ്റ് വേ ടു ഡു എ ജോബ്. എങ്ങനെയാണ് ആ ജോലി ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ശരിയായ മാർഗത്തിലൂടെ ആ ജോബ് ചെയ്യണം. റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ സേഫ് വേ. നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ശരിയായ മാർഗത്തിലൂടെയാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റവും സേഫ് ആയിരിക്കും, സുരക്ഷിതമായ മാർഗമായിരിക്കും. നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്താണ് അബ്സല്യൂട്ട്ലി? കൃത്യമായി അറിഞ്ഞിരിക്കണം. നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. whenever there is doubt, നമുക്ക് ഡൗട്ട് വരും. എന്നിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡു നോട്ട് include in guesswork. നമ്മൾ ഊഹിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ആസ്ക് ദ സുപ്പീരിയർ. നമ്മൾ സുപ്പീരിയറിനോട് എന്ത് ചെയ്യണം? ചോദിക്കണം. ഒരിക്കലും നമ്മൾ ഗസ് ആയിട്ട് നമ്മളൊരു ഊഹത്തിനനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ചോദിച്ച് അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. Never handle or operate machinery, tools, equipment with authorization. നമ്മൾ മെഷീനറി അല്ലെങ്കിൽ ടൂൾസോ എക്യുപ്മെന്റ്സോ ഓതറൈസേഷൻ ഇല്ലെങ്കിൽ അധികാരമോ അനുമതിയോ ഇല്ലാണ്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും പാടില്ല. ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് എഗ്രി. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തുക. അതേപോലെ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ എന്താ കാര്യം എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്. നമ്മുടെ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മൾ ടോപ്പ് ലെവലിലൂടെ ഇൻഫോം ചെയ്യാൻ സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അൺസേഫ് കണ്ടീഷൻ ഓർ ആക്ട് ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്സ്. എന്തെങ്കിലും സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ കണ്ടീഷനോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കേടുപാട് സംഭവിച്ചിട്ടുള്ള പൊട്ടിപ്പോയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ടോപ്പ് മാനേജ്മെന്റിനോട്. ടു ഫിസിക്കലി ആൻഡ് ഇമോഷണൽ ഫിറ്റ്. നമ്മളൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിലേക്ക് ചെല്ലാണ്, ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഫിസിക്കലിയും അതേപോലെ ഇമോഷണലും ഫിറ്റ് ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ വർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മള് എന്തൊരു ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ വരുമ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആ ടെൻഷനൊക്കെ പുറത്ത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തൊരു ജോബിൽ എൻഗേജ് ചെയ്താലും ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യണം? പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് കയറാൻ. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ഇമോഷണലി ഫിറ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഫിസിക്കലി നമ്മൾ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നല്ല ഗുഡ് ഹെൽത്ത് വേണം, നല്ല ആരോഗ്യം വേണം, അതേപോലെ പ്രോപ്പർ ഡയറ്റ് വേണം, നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മളൊക്കെ നിങ്ങളുടെ ഭൂരിഭാഗം പേരും വർക്ക് ചെയ്യുന്നവരാണോ? വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. അവരിപ്പോ രാവിലെ മിക്ക ദിവസങ്ങളും രാവിലെ എന്താണ് ഫുഡ് ലേറ്റ് ആയിട്ടായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അപ്പൊ അവർക്ക് എന്താണ് പ്രോപ്പർ ഡയറ്റ് അന്നത്തെ ദിവസം ചെയ്യേണ്ട ആ എനർജി അവർക്ക് മിസ്സാവും. നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി റിഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. നമ്മൾ ലഹരി പാനീയങ്ങൾ ഉണ്ടല്ലോ,
ആൽക്കഹോളിക് ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക. പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ച് പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. നമ്മളപ്പോ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്യണം. റിപ്പോർട്ട് ടു ദ ഡോക്ടർ വെദർ യു ആർ ഇൽ വിത്ത് ഇൻഫെക്ഷൻ ഇൻസ്റ്റന്റ്ലി ആൻഡ് സ്റ്റേ അറ്റ് ഹോം. നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യും. നമ്മളത് വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യണം. അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനോ ട്രീറ്റ്മെന്റ് മറ്റ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെന്റിൽ ഏർപ്പെടാനൊന്നും പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിന്നും മറ്റു വ്യക്തികൾക്ക് ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. Reporting to the doctor whenever you are ill with infection instantly and stay at home. നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കണം. Cooperate with the hospital infection control committee. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ കൺട്രോൾ കമ്മിറ്റി ഒരുപാട് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റൂൾസും റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവിടെ വർക്ക് ചെയ്യാനായിട്ട്. Cooperate with the hospital infection control committee by observing procedures already established. അവര് മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. വിയർ പ്രോപ്പർ യൂണിഫോം. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം വിയർ ചെയ്യണം. ക്ലോത്തിങ് ഫോർ യുവർ ജോബ്സ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ക്ലോത്തുകൾ നമ്മൾ യൂസ് ചെയ്യാം. അതേപോലെ നൈദർ ടു ടൈറ്റ്. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഇറങ്ങിയ ഡ്രസ്സുകളല്ല. നോ ടു ലൂസ്. ഒരുപാട് ലൂസ് ആയിട്ടുള്ളതാണ്, കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. ജ്വല്ലറീസ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഹൈ ഹീലൊക്കെ ഉള്ള ഫുഡ് വിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ചപ്പൽസ് ഒക്കെ ഉള്ള ഹീലിലേക്ക് അതൊന്നും ഫുഡ് വിയേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഡേഞ്ചറസ് ആണ്, പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്കിപ്പ് ആയാൽ മതി, പെട്ടെന്ന് നമ്മൾ വീണ് പോകും. അതേപോലെ നമ്മൾ ബ്രേക്കബിൾ ആയിട്ടുള്ള പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള ആർട്ടിക്കിൾസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളത് നടന്നു വേണം. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നടന്നു വേണം പോകാനായിട്ട്, അല്ലാണ്ട് ധൃതി പിടിച്ച് ഓടി പോകാനായിട്ട് പാടില്ല. Walk not run, especially when you are taking delicate, breakable articles or instruments. നമ്മൾ ലോലമായിട്ടുള്ള ബ്രേക്കബിൾ ആയിട്ടുള്ള പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഓടരുത്. നമ്മൾ നടന്ന് പതുക്കെ അത്ര കെയർഫുൾ ആയിട്ട് വേണം നമ്മളത് സൈക്കിള് ഹാൻഡിൽ ചെയ്യാൻ. കാരണം ചെറിയ ആർട്ടിക്കിൾ ആയിരിക്കും, പക്ഷെ അതിന്റെ വില പക്ഷെ ഭയങ്കര വലുതായിരിക്കും, വളരെ ഇമ്പോർട്ടന്റും ആയിരിക്കും ആ ഒരു കാര്യം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇഫ് യു സീ എ ഫോറിൻ മെറ്റീരിയൽ, ലൂസ് വയർ, ഓയിൽ സ്പിൽ എക്സെട്ര ഓൺ ദ ഫ്ലോർ, that may cause of an accident. നമ്മളിപ്പോ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസോ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസോ ലൂസ് വയേഴ്സോ അതേപോലെ തന്നെ ഓയിൽ സ്പിഡ് എന്തെങ്കിലും ഓയിലൊക്കെ നല്ല വീട് കിടക്കണായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്സിഡന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളപ്പോ അതൊരു ആക്സിഡന്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മളവിടെ ഫോളോ ചെയ്യണം. പ്രാക്ടിക്കൽ ജോക്സ്. നമ്മളിപ്പോ നോക്കാട്ടോ, പ്രാക്ടിക്കൽ ജോക്സ്. ഇത് നമ്മള് ശ്രദ്ധേതല്ല അസാധാരണമായ വസ്തുക്കൾ, ഫോറിൻ മെറ്റീരിയൽസ്, പുറത്തുനിന്നുള്ള എന്തെങ്കിലും വസ്തുക്കൾ, അസാധാരണമായ വസ്തുക്കൾ എന്നൊക്കെ പറയും. പ്രാക്ടിക്കൽ ജോക്സ്. നമ്മളിപ്പോ ഈ ഫയർ, ആസിഡ്സ്, വാട്ടർ, കംപ്രസ്ഡ് എയർ ഒക്കെ ഹാൻഡിൽ ചെയ്യും. അതൊക്കെ കുറച്ച് ഹസാഡസ് ആയിട്ടുള്ള തിങ്സ് ആണ്. അപ്പൊ ഈ ഹസാഡസ് ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരിക്കലും തമാശ രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അത്ര കെയറോട് കൂടി വേണം നമ്മളത് ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ. പ്രാക്ടിക്കൽ ജോക്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇതാണ്. Do not include in practical jokes involving. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നത് തമാശ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഇതിന്റെയൊക്കെ കാര്യത്തില് ഫയർ, ആസിഡ്, വാട്ടർ, കംപ്രസ്ഡ് എയർ ആൻഡ് അതർ പൊട്ടൻഷ്യലി hazardous things, മറ്റെന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള തിങ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധയോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ. ഇനി വാർണിംഗ് ബോർഡ്സ് ആണ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് വാർണിംഗ് ബോർഡ്സ് കാണാറുണ്ട്. നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കണം. വാർണിംഗ് ബോർഡ്സ് ഒക്കെ
നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാ പറയണത്. പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വാർണിംഗ് ബോർഡ്സിനും അറ്റൻഷൻസ് കൊടുക്കണം. These signs warn you about dangers and hazards that may cause injury or harm. ഈ തരത്തിലുള്ള വാണിംഗ് സൈൻസുകളായിരിക്കും അല്ലെങ്കിൽ വാണിംഗ് ബോർഡ്സ് ആയിരിക്കും നമുക്ക് ഡേഞ്ചറിനെ കുറിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആപത്ത് വരുത്താൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നതാണ്. ഇഞ്ചുറീസോ അല്ലെങ്കിൽ നമ്മള് ദോഷം സംഭവിക്കുന്ന എന്തെങ്കിലും കാരണത്തിനുള്ള വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ അവര് മുൻകൂട്ടി ഈ ബോർഡ് പറഞ്ഞിട്ടുണ്ടാവും. വർക്ക് പ്രൊസീജിയർ. Be familiar with your work procedure, including safety practice at home. നമ്മുടെ വർക്ക് പ്രൊസീജിയർ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഫെമിലിയർ ആയിരിക്കും. നമുക്ക് അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് സേഫ് ആയിട്ട് നമ്മളത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൈ എടുക്കണം. ഹാൻഡ് റീൽസ് നമ്മളല്ലേ നമ്മള് എന്താണ് കൈവരികൾ ഉണ്ടല്ലോ. നമ്മളിപ്പോ എന്താ പറയാ സ്റ്റെയർവേ ഒക്കെ നമ്മള് സ്റ്റെയർ ഒക്കെ കയറുന്ന സമയത്ത് ഹാൻഡ് റീൽസ് ഉണ്ട്, ചില കൈവരികൾ ഉണ്ട്. നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, ഹാൻഡ് റീൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഹാൻഡ് റീൽസ് ഓൾവേസ് യൂസ് ഹാൻഡ് റീൽസ് ഓൺ സ്റ്റെയർവേ ഓഫ് റെംസ്. നമ്മളിപ്പോ കയറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, ഹാൻഡ് റീൽസ് യൂസ് ചെയ്ത് കൈവരികൾ യൂസ് ചെയ്ത് കയറാൻ നോക്കാം. ഓവർ ഹെഡ് ഒബ്ജക്ട്സ് ഉദ്ദേശിക്കുന്നത് വെൻ യു ആർ ട്രൈ ടു ടേക്ക് ദ ഒബ്ജക്ട് ഓവർ ഹെഡ്. നമ്മളിപ്പോ മുകളിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓൾവേസ് യൂസ് എ ഗുഡ് ലാഡർ. നമ്മളൊരു ലാഡർ യൂസ് ചെയ്ത് വേണം അതെന്ത് ചെയ്യാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു എന്താണ് നല്ലൊരു എന്ത് യൂസ് ചെയ്യുന്ന പറഞ്ഞത് ലാഡർ. ലാഡർ യൂസ് ചെയ്യണം. ഡു നോട്ട് ക്ലിംബ് ഓൺ ചെയർ. ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ, അത് ചെയറിനാക്കട്ടോ, ചെയറിനാക്കെ ചെയർ ഓർ ബോക്സ്. നമ്മൾ ഒരിക്കലും ചെയറിലോ അല്ലെങ്കിൽ ബോക്സോ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഉയരത്തിലുള്ള ഒബ്ജക്ട്സ് ഒന്നും എടുക്കാൻ പാടില്ല. ഇത് ചെയറിനാണ് കേട്ടോ. ചേർന്നാക്കിയേക്ക് എഴുതി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് ആകുന്നില്ല. നിങ്ങളൊന്നും ആക്കണം കേട്ടോ. ആക്കി എല്ലാവരും നെഗറ്റീവ് ചെയ്താ ചേർന്നാക്കിയില്ലേ? നമ്മൾ ഉയരത്തിലുള്ള വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ലാഡർ, ഗുഡ് ലാഡർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അത് എടുക്കാനായിട്ട് നോക്കുക. ചെയറിലോ അല്ലെങ്കിൽ ബോക്സിന്റെ മേലേക്ക് കയറി നിന്ന് എടുക്കാൻ പാടില്ല. കാരണം നമ്മൾക്ക് ബാലൻസ് തെറ്റിപ്പോകാനും ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്ട്സ് ചിലപ്പോൾ ഹസാർഡസ് ഒക്കെ ആയിരിക്കും. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മുടെ മേത്ത് വീഴാനും അങ്ങനെ നമുക്ക് ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വെച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട്. ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ പറഞ്ഞത് ജനറൽ സേഫ്റ്റി റൂൾസ് പേഴ്സണൽസ് ഒന്ന് വായിച്ചു നോക്കി. സിമ്പിൾ ആയിട്ടുള്ളതാണ്, വായിച്ചാൽ മനസ്സിലാവും. എന്തെങ്കിലും ഗേൾസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കട്ടോ.
ഓക്കെ സോറി മ്യൂട്ട് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് എടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസ് ആണ്. നല്ല രീതിയിൽ വായിക്കുക, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. സേഫ്റ്റി വായിക്കുക, സേഫ്റ്റി അവയർനെസ് വായിക്കുക, ജനറൽ സേഫ്റ്റി റൂൾസ് പേഴ്സണൽസും വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ളതാണ്. പുതിയ ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് മെഡിക്കൽ റെക്കോർഡിന്റെ ലാസ്റ്റ് പോർഷൻസ് നല്ല രീതിയിൽ നമ്മൾ വായിക്കുക. ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ സോപ്പിങ്ങും SOAP ഫുൾ ഫോമും ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, പിന്നെ മിസ്റ്റേക്ക് ഒക്കെ പറഞ്ഞിട്ട് തിരുത്തിയിട്ടുണ്ടല്ലോ. തിരുത്തി ആരെങ്കിലും നിങ്ങൾ ഒന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം, നല്ലതായിരിക്കും മറ്റു ഫ്രണ്ട്സിനോട്. എനിക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ള മീനിങ് പറഞ്ഞാൽ നമ്മൾ ഊഹം ഗസ് വർക്ക് നമ്മളൊരു കാര്യം ഊഹിച്ച് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് എന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കറക്റ്റ് മലയാളം മീനിങ് വേറെയാണ്, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.